ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ILOE ഇൻഷുറൻസിനെ കുറിച്ചാണ്. അതായത് UAE വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ മസ്റ്റായിട്ടും എടുത്തിരിക്കേണ്ട ഒരു ഇൻഷുറൻസ് ആണ് ILOE ഇൻഷുറൻസ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഈ ILOE എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ലോസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അതായത് ഈ ഇൻഷുറൻസ് ഏറ്റവും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുവാണ്, പെട്ടെന്ന് നമ്മുടെ ജോലി പോയി, അല്ലെങ്കിൽ ആ കമ്പനി പെട്ടെന്ന് ലോസ് ആയി, അതുകൊണ്ട് തന്നെ നമ്മൾ ടെർമിനേറ്റ് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയം നമുക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണ് ഈ ILOE ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജോലി പോയി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ILOE ഇൻഷുറൻസിന് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് സാലറിയുടെ 60% നമുക്ക് 3 മാസത്തേക്ക് ഈ ILOE ഇൻഷുറൻസിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, ഈ ILOE ഇൻഷുറൻസ് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. 2023 ജനുവരി 1 മുതലാണ് ഈ ILOE ഇൻഷുറൻസ് UAE പ്രാബല്യത്തിൽ വരാനായിട്ട് തുടങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോൾ യു എയിലുള്ള എല്ലാ എംപ്ലോയീസും ILOE ഇൻഷുറൻസ് എടുക്കണമെന്നുള്ളത് UAE നിയമമാണ്. എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ ILOE എന്ന് പറയുന്ന ഇൻഷുറൻസ് 2 തരത്തിലാണ് അവർ തിരിച്ചിരിക്കുന്നത്, എയും ബിയും. അതായത് എ എന്ന് പറയുന്നത് നമുക്ക് 16,000 ദിറംസിന് പുറകോട്ടാണ് നമ്മുടെ സാലറി എന്നുണ്ടെങ്കിൽ നമ്മൾ എ കാറ്റഗറി പെടുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു മാസം 5 ദിറംസ് ആണ് എമൗണ്ട് വരുന്നത്. അതായത് ILOE ഇൻഷുറൻസിനായിട്ട് ഒരു മാസം 5 ദിറംസ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു വർഷം നമുക്ക് 60 ദിറംസ് ആണ് ILOE ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ആവുന്നത്. അതുപോലെ തന്നെ 16,000 ദിറംസിന് മുകളിലോട്ടാണ് നമ്മുടെ സാലറി എന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റഗറി ബിയിലോട്ട് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നമ്മൾ 10 ദിറംസ് ആണ് ILOE ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അടയ്ക്കേണ്ടത്. അങ്ങനെ ഒരു വർഷം 120 ദിറംസ് ILOE ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ഗൈസ്, ഈ ILOE ഇൻഷുറൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എംപ്ലോയർ നമ്മളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയോ ടെർമിനേറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ILOE ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതല്ല, നമ്മളിപ്പോൾ റിസൈൻ ചെയ്തിട്ട് നമുക്ക് ഈ ILOE ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. അങ്ങനെ നമുക്ക് ആ എമൗണ്ട് കിട്ടത്തില്ല. പിന്നെ നമ്മളെ ഈ ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്ത് വിട്ടിട്ട് വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ILOE ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ILOE ഇൻഷുറൻസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ ചെന്നിട്ട് ILOE ഇൻഷുറൻസ് എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ILOE ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നിങ്ങൾക്ക് ILOEയുടെ ഇൻഷുറൻസിൻ്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്തും നിങ്ങൾക്ക് ILOE ഇൻഷുറൻസ് അതിലൂടെയും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ILOE ഇൻഷുറൻസിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.